വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുണ്ട്. ആ 114 സൂറത്തുകൾക്കും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളാണ്, വ്യത്യസ്തമായ നേട്ടങ്ങളാണ് അതൊക്കെ ഓതിയാൽ നമുക്ക് കിട്ടുന്നത്. 5 ആയത്ത് മാത്രമുള്ള ഖുർആനിലെ ഒരു കുഞ്ഞൻ സൂറത്ത്. ഈ സൂറത്ത് പല ആളുകളും ഈ സൂറത്ത് ഓതാറില്ല. ചെറിയ സൂറത്താണ്, എല്ലാവർക്കും ഓതാൻ അറിയാം, പക്ഷേ ഈ സൂറത്ത് അങ്ങനെ ഓതാറില്ല. അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഈ സൂറത്ത് ഓതിയാൽ അവനക്ക് കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്, നിരവധി നേട്ടങ്ങളാണ്. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, നമുക്ക് എന്താവശ്യമുണ്ടോ ആ ആവശ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ സൂറത്ത് ഇനി പറയുന്ന രൂപത്തിൽ ഓതിയാൽ മതി. ഈ സൂറത്ത് ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം ഓതിക്കഴിഞ്ഞാൽ, എത്ര പ്രാവശ്യം അത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഓതിക്കഴിഞ്ഞാൽ 1000 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. 1000 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത പ്രതിഫലമാണ്. തീർന്നോ? ഇല്ല. വെള്ളിയാഴ്ച ദിവസം ലോകത്താരെല്ലാം ജുമഅ നിസ്കരിക്കുന്നോ അവർക്കൊക്കെ കിട്ടുന്ന പ്രതിഫലം അള്ളാഹു ഈ കുഞ്ഞൻ സൂറത്ത് ഓതുന്ന ആൾക്കും കൊടുക്കുന്നതാണ്. അത്ഭുതപ്പെടുത്തുന്ന സൂറത്തല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ഏതാണ് ആ സൂറത്ത്, എന്താണ് ആ സൂറത്തിൻ്റെ ഇതിവൃത്യം, എന്താണ് ആ സൂറത്തിൽ പറയുന്നത്, ആ സൂറത്തിൻ്റെ അർത്ഥം, ഈ സൂറത്ത് എങ്ങനെ ഓതണം, ഈ സൂറത്ത് എപ്പോൾ ഓതണം, വിശദമായ ചർച്ച ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. മിസ്സാക്കരുതേ, അവസാനം വരെ കാണണേ. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഈ പ്രഭാതം എല്ലാവിധ നന്മയിലുമാക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരുപാട് ദിക്റുകളുണ്ട്, ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്ർ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഒന്നുകൂടി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തആല ഈ ഒരു ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട് 3 പ്രതിഫലങ്ങളാണ് ഈ ദിക്റിനുള്ളത്. ഒന്ന്, നമുക്ക് നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്. അതായത് നാവ് കൊണ്ട് പറയുന്ന പുണ്യങ്ങളിൽ, പുണ്യം നിറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വാക്ക്. രണ്ടാമത്തെ പ്രതിഫലം, ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ മീസാൻ എന്ന തുലാസുണ്ട് അല്ലേ, നന്മയും തിന്മയും തൂക്കുന്ന തുലാസ്, നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുമെന്നാണ്. അപ്പോൾ 3 പ്രതിഫലങ്ങളാണ് ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അല്ലാഹു തആല ഇത് നിത്യമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സറിഞ്ഞ് എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം അല്ലേ, എത്രയോ ആളുകളാണ് ഇന്നലത്തെ രാത്രി മരണപ്പെട്ടു പോയത്. എത്രയോ ആളുകളാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരൻ പ്രത്യേകം അദ്ദേഹം ദുആരക്കാൻ പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു പുതിയ വീട് വെച്ചു. അദ്ദേഹം പ്രവാസിയായിരുന്നു, നാട്ടിൽ വന്നു, ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പൈസ ഉണ്ടാക്കിയത്. ആ പൈസ കൊണ്ട് നല്ലൊരു വീട് വെച്ചു. പെരതാമസം നടക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ആ പുതിയ വീടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തോ ഒരു ഇലക്ട്രിക് വർക്ക് നടത്തിയതിൻ്റെ ഇടയിൽ ഷോക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ ഗർഭിണിയാണ്, അതല്ലാതെ ചെറിയ 2-3 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അതായത് 2 മക്കൾ, ഈ ഭാര്യയ്ക്ക് ഇവർക്ക് വേറെ ബന്ധുമിത്രാദികളായിട്ട് ആരുമില്ല. അപ്പോൾ ഇനിയുള്ളത് ഈ അനുജനാണ്, ഈ മരണപ്പെട്ട സഹോദരൻ്റെ അനുജൻ ഇദ്ദേഹത്തിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ വീടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. പിന്നെ ഈ ജ്യേഷ്ഠത്തിയെ ഇനി ഇദ്ദേഹത്തിൻ്റെ അടുക്കലാണ് ഇനി സംരക്ഷണമുള്ളത്, അവരെ സംരക്ഷിക്കുക. അങ്ങനെ വലിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുക. അപ്പോൾ എത്രയോ ആളുകളാണ് പെടുന്നനെ മരണപ്പെട്ടു പോകുന്നത്. എത്രയോ ആളുകൾ രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നില്ല, മരണപ്പെട്ടു പോകുന്നു. ഇങ്ങനെ എത്രയോ മരണങ്ങളാണ്. അപ്പോൾ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ നമുക്ക് രാവിലെ അല്ലാഹു തആല തൗഫീക്ക് തന്നു, ആരോഗ്യം തന്നു അല്ലേ. നമ്മളിപ്പോൾ സുബഹി നിസ്കരിച്ചവരാണ്. അല്ലാഹു തആല ഈ ആരോഗ്യം നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവരും മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധമായ ഖുർആൻ അത്ഭുത ഗ്രന്ഥമാണെന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ള ഉമ്മമാരിൽ ഉപ്പമാരിൽ ആരൊക്കെ ഈ ഖുർആൻ അച്ചടിക്കുന്ന കിങ്
ഫഹദ് ഖുർആൻ പ്രസ് ആരൊക്കെ കണ്ടിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ ഉംറക്ക് പോയ ആളാണ്. ഞങ്ങളുടെ ബസ് ഒരല്പം താമസിച്ചു പോയി. അങ്ങനെ താമസിച്ച് ഒരു ബ്ലോക്കിൽ പെട്ട് താമസിച്ച് അവിടെ സ്പീഡിലാണ് മൂപ്പർ ഓടിച്ചത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ചെല്ലുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ആ സ്ഥാപനം അടച്ചു. ഇനി കയറണമെങ്കിൽ അടുത്ത ദിവസം വരണം. അവിടെ കൃത്യമായൊരു സമയമുണ്ട്. ആ സമയത്ത് ചെന്നാൽ ആ ഖുർആനിൻ്റെ അച്ചടിക്കുന്ന ആ പ്രസ്സിലേക്ക്, ആ ഒരു വലിയ സ്ഥാപനത്തിലേക്ക് കയറാനും പല തരത്തിലുള്ള ഖുർആനുകളും ചെറുതും വലുതുമായ പല ലിപികളിലുള്ള ഖുർആനൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും കാണാനുള്ള തൗഫീക്ക് പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഇനി ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ അതൊക്കെ കിട്ടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ ആരൊക്കെ ഖുർആൻ അച്ചടിക്കുന്ന ആ പ്രസ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന് ഒന്ന് കമൻ്റായിട്ട് എഴുതിയാൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് വായിക്കാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പറയുന്നത് ആ ഖുർആനിലെ 114 സൂറത്തുകളിൽ എല്ലാ സൂറത്തിനും വലിയ മഹത്വമാണ്. എല്ലാ സൂറത്തിനും വലിയ മഹത്വമുണ്ട്. ഓരോ സൂറത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളാണ്, നേട്ടങ്ങളാണ് ഉള്ളത്. അത് നമുക്കറിയാം. നമ്മൾ പലപ്പോഴും പല സൂറത്തിൻ്റെയും നേട്ടങ്ങളും പ്രതിഫലങ്ങളും മഹത്വങ്ങളൊക്കെ പല സമയത്ത് പല ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഓതുന്ന, പക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്തയിലുള്ളത് ഈ ഒരു സൂറത്ത് എപ്പോഴും ഓതാൻ പറ്റൂല, അത് ഒരു മാസത്തിൽ മാത്രമേ ഓതാൻ പറ്റൂന്നാണ്. അതായത് സൂറത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ പറ്റി പരിചയപ്പെടുത്തുന്ന വിശുദ്ധമായ ഖുർആനിലെ സൂറത്താണ് സൂറത്തുൽ ഖദർ. നമുക്കൊന്ന് എല്ലാവർക്കും ഒന്ന് ഓതിയാലോ? എല്ലാവരും ഒന്ന് ഓദിക്കോ. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് ഓതുന്നത് കേട്ടാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ സൂറത്ത് നമ്മളിത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഓതുന്നത്, കേൾക്കുന്നത്? അത് റമദാനിലാണ്, അല്ലേ? റമദാനിൽ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഈ സൂറത്ത് ആവർത്തിച്ച് ഇങ്ങനെ പല വഖത്തുകളിൽ ഓതാറുണ്ട്. കാരണം എന്താ? ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്ന സൂറത്താണ്. ലൈലത്തുൽ ഖദർ എപ്പോഴാ? റമദാനിൽ മാത്രമാണ്. അപ്പോൾ റമദാനിലേക്ക് മാത്രമുള്ളൊരു സൂറത്തായി നമ്മളിൽ ചില ആളുകൾ കരുതിയിട്ടുള്ള ഈ ഒരു സൂറത്ത്, ഞാൻ പറയട്ടെ, റമദാനിലേക്കുള്ളതല്ല. എല്ലാ ദിവസവും നമുക്ക് ഓതാൻ പറ്റിയാൽ നമ്മുടെ ജീവിതം ഉഷാറായി, നമ്മുടെ ജീവിതം വിജയിക്കും. അതായത് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയുണ്ടോ, മല പോലോത്ത ആവശ്യങ്ങൾ മഞ്ഞുപോലെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, മാത്രമല്ല 1000 ഹജ്ജും അതുപോലെ 1000 വട്ടം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത പ്രതിഫലവും കിട്ടും ഈ സൂറത്ത് ഓതൽ പതിവാക്കിയാൽ. അപ്പോൾ റമദാനിലേക്ക് മാത്രമുള്ള സൂറത്തല്ല, ഇതെപ്പോഴും നമുക്ക് ഓതാം. ഈ സൂറത്തിൻ്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എത്രയെത്രയാ മഹത്വങ്ങൾ. ആദ്യം ആ മഹത്വങ്ങൾ നമുക്കിന്ന് കേട്ടാലോ? മഹത്തുക്കൾ പറയുന്നു, ഒരുപാട് തഫ്സീറിൽ വ്യത്യസ്തമായ ശ്രേഷ്ഠതകളാണ് പറയുന്നത്. അതായത് ഒരു തഫ്സീറിൽ കാണാം, ഭരണാധികാരികൾ, നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്നോ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പോകുന്നു, നമ്മളൊരു നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയായിട്ടൊക്കെയാണ്, നമ്മളെ നിയന്ത്രിക്കുന്നൊരു സ്ഥാപനമാണല്ലോ ഈ വില്ലേജ് ഓഫീസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ, നമുക്ക് വലിയ ഒരു പേപ്പർ ശരിയാക്കി കിട്ടാനുണ്ട്, വീടുമായി ബന്ധപ്പെട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്കുകളൊക്കെ ശരിയാക്കി കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ആകാംക്ഷയോട് കൂടിയാണ് ആ ഒരു സ്ഥാപനത്തിലേക്കൊക്കെ പോവുക. അപ്പോൾ ഭരണാധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ നേതാക്കന്മാരിൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ, ഒരു ആവശ്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ, ഒരു കാര്യം സാധിച്ചു കിട്ടാനുണ്ടെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി ഇറങ്ങുമ്പോൾ, നമ്മൾ അതിനു വേണ്ടി പോകുമ്പോൾ, ആ പോകുന്നതിന് മുമ്പ് ഉദാഹരണം, നമ്മൾ ഇപ്പോൾ ഒരു പാസ്പോർട്ട് ഓഫീസിൽ പോവുകയാണ്. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരിയാക്കാൻ ചിലപ്പോൾ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ഉംറക്ക് പുറപ്പെടും, അടുത്ത 19-ാം തീയതി ഉംറക്ക് പുറപ്പെടും, ഒരാഴ്ചയേ ഉള്ളൂ, പാസ്പോർട്ടൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ പല ആളുകളും ആ സമയത്താണ് പാസ്പോർട്ട് അപേക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ കിട്ടിക്കോളണമെന്നില്ല, ചിലപ്പോൾ താമസിച്ചു പോകാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാനുണ്ടോ, കാര്യസാധ്യത്തിന് പോകുന്നതിന് മുമ്പ്
നല്ലതുപോലെ നമ്മൾ വുളു എടുക്കുക. ഇപ്പോൾ ഏത് കാര്യത്തിന് പോകുമ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ വുളു എടുക്കൽ പ്രത്യേകം നല്ലതാണ്. ആ കാര്യത്തിൽ വലിയ ഖൈറുണ്ടാവാൻ ബറക്കത്തുണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ വുളു എടുക്കുക. നല്ലതുപോലെ വുളു എടുത്തിട്ട് നമ്മളിപ്പോൾ ഓതിയ സൂറത്തുൽ ഖദർ, നമ്മളിപ്പോൾ ഓതിയ സൂറത്തുൽ ഖദർ 3 പ്രാവശ്യം ഓതണം. 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ, അതോടൊപ്പം തന്നെ 3 പ്രാവശ്യം ആയത്തുൽ കുർസി. നമുക്കറിയാലോ ആയത്തുൽ കുർസി. 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ, 3 പ്രാവശ്യം ആയത്തുൽ കുർസി, അതോടൊപ്പം തന്നെ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്ത്. ഏതായത്? ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്ത് 1 പ്രാവശ്യവും ഓതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോയത് അത് ഖൈറാണെങ്കിൽ അള്ളാഹു നമുക്കത് അടുപ്പിച്ചു തരും. അപ്പോൾ എന്താണ്? ഒന്നുകൂടി പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പോവുകയാണ്, ഒരാവശ്യം നേടിക്കിട്ടാൻ വേണ്ടി പോവുകയാണ്, എന്തെങ്കിലും ഒരു പേപ്പർ വർക്ക് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, ഇൻ്റർവ്യൂവിന് പോകുന്നു, അതിനൊക്കെ വേണ്ടി നമ്മൾ പോകുമ്പോൾ നല്ലതുപോലെ വുളു എടുക്കുക. എന്നിട്ട് 3 പ്രാവശ്യം നമ്മൾ ആ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതുക. ഇപ്പോൾ നമ്മൾ ഓതിയ സൂറത്തുൽ ഖദർ, അതുപോലെ തന്നെ 3 പ്രാവശ്യം ആയത്തുൽ കുർസി, അത് കഴിഞ്ഞ് ഒറ്റ പ്രാവശ്യം നമ്മൾ സൂറത്തു തൗബയുടെ അവസാനത്തെ ഒരായത്ത്, ആ ആയത്തും കൂടി 1 പ്രാവശ്യം ഓതിയാൽ മതി. ഓതിയിട്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, വച്ചോനെ ഞാൻ പോകുന്ന കാര്യമൊക്കെ നീ സലാമത്താക്കി തരണേ, നല്ല മനസ്സിൽ ദുആയോടുകൂടി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. ഇൻഷാ അല്ലാഹ് ഖൈറാണെങ്കിൽ ആ കാര്യം നമുക്ക് അടുപ്പിച്ച് അല്ലാഹു തആല വേഗത്തിൽ തരും. ഇതാണ് സൂറത്തുൽ ഖദർ ഓതിയാൽ കിട്ടുന്ന ഒരു പ്രതിഫലം. സൂറത്തുൽ ഖദറിൻ്റെ മറ്റൊരു നേട്ടം കേൾക്കണോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഇപ്പോൾ ഒരു രോഗമുണ്ടായി, ഒരു പനിയുണ്ടായി, നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ പനി അടച്ചോനെ എനിക്ക് മാറ്റിത്തരണം, ഈ ഒരു അവസ്ഥയിൽ നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തരല്ലേ എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ നല്ല ആത്മാർത്ഥതയോടുകൂടി സൂറത്തുൽ ഖദർ നമ്മൾ ഓതിയൽ പതിവാക്കിയാൽ നമുക്ക് ആ പ്രശ്നം അള്ളാഹു മാറ്റിത്തരും. പിന്നീട് ഒരിക്കലും അവനിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നും നമുക്ക് മഹത്തുക്കൾ ഈ ഒരു സൂറത്തിൻ്റെ നേട്ടമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. 3ാമത്തെ നേട്ടം, സൂറത്ത് ഓതിയാലുള്ള 3ാമത്തെ നേട്ടം, വിത്ർ നിസ്കാരത്തിന് ശേഷം നമ്മൾ വിത്ർ നിസ്കരിക്കൂലേ അല്ലേ? ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ സുന്നത്തും കൂടി കഴിഞ്ഞിട്ട് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ആ വിത്ർ നിസ്കാരം നമുക്ക് സുബഹി വരെ സമയമുണ്ട്, ആ സമയത്തൊക്കെ നിസ്കരിക്കാം. അപ്പോൾ വിത്ർ നിസ്കാരം 3 റക്അത്താണ് സാധാരണ നമ്മൾ നിസ്കരിക്കാറുള്ളത്. ഈ റമദാനിലൊക്കെയാണ് ചിലപ്പോൾ 7 നിസ്കരിക്കും, 11 നിസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തുമാവട്ടെ 3 സാധാരണ നമ്മൾ നിസ്കരിക്കാറുള്ളത്. അപ്പോൾ വിത്ർ നിസ്കാരം കഴിഞ്ഞ് 7 പ്രാവശ്യം ഈ സൂറത്തുൽ ഖദർ നമ്മൾ ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ, രാത്രിയാണല്ലോ നമ്മൾ വിത്ർ നിസ്കരിക്കുന്നത്, രാത്രി വിത്ർ നിസ്കരിച്ചിട്ട് 7 പ്രാവശ്യം ഈ സൂറത്തുൽ ഖദർ ഓതുകൾ പതിവാക്കി കഴിഞ്ഞാൽ രാവിലെ വരെ, രാത്രി ഓതിയാൽ രാവിലെ വരെ നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരാൻ മലക്കുകളോട് ദുആ ചെയ്യാൻ പറയുമെന്നാണ്. മലക്കുകളോട് പറയവേ, മലക്കുകളെ ഈ മനുഷ്യൻ സൂറത്തുൽ ഖദർ 7 പ്രാവശ്യം ഓതിയവനാണ്, അതുകൊണ്ട് ഇവൻ്റെ പാപങ്ങൾ പൊറുക്കാൻ നിങ്ങൾ എന്നോട് ദുആ ഇറക്കണം ഈ മനുഷ്യന് വേണ്ടി. അത്രമാത്രം പ്രതിഫലമാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. മാത്രവുമല്ല, മരണത്തിന് ശേഷം നമ്മൾ ഏതായാലും മരിക്കുമല്ലോ, മരണത്തിന് ശേഷം ഖബറിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത്, നമുക്ക് വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ സൂറത്തുൽ ഖദർ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു മനുഷ്യൻ വിത്ർ നിസ്കാരത്തിന് ശേഷം, അതായത് രാത്രിയിൽ 7 വട്ടം ഓതുന്നവനായിരുന്നുവെങ്കിൽ അവൻ ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യനെ പ്രത്യേകം മലക്കുകൾ തിരിച്ചറിയും. എങ്ങനെ? അവൻ്റെ ശരീരം ഇങ്ങനെ വെട്ടിത്തിളങ്ങുമെന്നാണ്, ശരീരം പ്രകാശിക്കുമെന്നാണ്. മാത്രമല്ല, അവൻ്റെ വലത് കയ്യിൽ അല്ലാഹു തആല നന്മയും തിന്മയും എഴുതപ്പെട്ട കിതാബ് കൊടുക്കും എന്ന് നമുക്ക് ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടത്തിൽ ഒരു നേട്ടമായി കാണാൻ പറ്റും. ഇത് പറഞ്ഞ് നമുക്ക് തീർക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഈ സൂറത്തിൻ്റെ നേട്ടങ്ങളുള്ളത്. മാത്രമല്ല, സ്വർഗത്തിലേക്ക് ഇയാൾ പ്രവേശിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഈ മനുഷ്യൻ.
ഇയാൾ സൂറത്തുൽ ഖദർ ഓതുന്നത് നിത്യമാക്കിയ ആൾ ഖബറിൽ നിന്നും എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുന്ന, ആ ഖബറിൽ നിന്നും എഴുന്നേക്കുന്ന സമയം മുതൽ ഇയാൾ സ്വർഗത്തിലേക്ക് കടക്കുന്ന സമയം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ആളുകളൊക്കെ ഇങ്ങനെ നോക്കും, ഇയാൾ എന്ത് നന്മ ചെയ്തിട്ടാണ് ഈ മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെ തിളങ്ങുന്നത്, ഇയാളിങ്ങനെ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള കാരണം എന്താണെന്ന് ആളുകളിങ്ങനെ ബാക്കിയുള്ള ജനങ്ങളിങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ഇനി വെള്ളിയാഴ്ച ദിവസം, നാലാമത്തെ ശ്രേഷ്ഠത, വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഒരു മനുഷ്യൻ ഓതിയാൽ വെള്ളിയാഴ്ച ദിവസം, ശ്രദ്ധിച്ചു കേട്ടോ, ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല ഉമ്മമാർക്കും. വീട്ടിൽ ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നില്ലല്ലോ ഉസ്താദെ, വേണ്ട, നിങ്ങൾ വെള്ളിയാഴ്ച ളുഹർ നിസ്കരിക്കുമല്ലോ, ആ ളുഹർ നിസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം കേട്ടോ. മഹത്തുക്കൾ പറയുകയാണ്, 1000 ഹജ്ജ് ചെയ്ത കൂലിയും 1000 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്ത പ്രതിഫലവും അള്ളാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എന്താ നേട്ടം, എന്താ ഇതിൻ്റെ പ്രതിഫലം! മാത്രമോ തീർന്നില്ല, വീണ്ടും കാണാം. ആ ജുമുഅ ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ലോകത്ത് ആരെല്ലാം ജുമുഅ നിസ്കരിച്ചിട്ടുണ്ടോ ആ ജുമുഅ നിസ്കരിച്ച എല്ലാവരുടെയും കൂലി ഇവനിക്കും കിട്ടുന്നതാണ്. ഇനിയോ അവൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം ഈ സൂറത്ത് ഓതിക്കൊണ്ട് അവൻ എഴുന്നേൽക്കും. മഹാനായ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഊതി മരണപ്പെട്ട എല്ലാവരും ഖബറിൽ നിന്നും പുറത്തേക്ക് മഹ്ശറയിലേക്ക് വരുമ്പോൾ ഇയാൾ സൂറത്തുൽ ഖദർ ഇങ്ങനെ ഓതിക്കൊണ്ടായിരിക്കും അയാൾ മഹ്ശറയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി പോവുക എന്ന് നമുക്ക് ഇതിൻ്റെ തഫ്സീറിൽ കാണാം. അതായത് ഖിയാമത്ത് നാളിൻ്റെ മഹ്ശറയുടെ ഒരു ശിക്ഷയെയും ഇയാൾ പേടിക്കുകയില്ല, അത്രമാത്രം സുരക്ഷിതമായിരിക്കും. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് 25 പ്രാവശ്യം സൂറത്തുൽ ഖദർ ഓതിയാൽ ഇയാൾക്ക് കിട്ടുന്ന നേട്ടം. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖദർ നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അർത്ഥം ഒന്ന് കേട്ടിട്ട് നമുക്കൊരു പ്രാവശ്യം ഓതാം. അല്ലാഹു തആല ഈ സൂറത്തുൽ ഖദർ ഓതുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും പടച്ചോ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖദർ ഉസ്താദ് ഇത് റമദാനിലേക്കുള്ള സൂറത്താണെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, ഇത് അങ്ങനെ കരുതേണ്ട കാര്യമില്ല. ഇപ്പോൾ ഓരോ സൂറത്തും വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറ ഇറങ്ങാൻ വ്യത്യസ്തമായ സാഹചര്യമുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങാൻ വ്യത്യസ്തമായ സൂറത്തുൽ ലഹബ് അല്ലേ, അബൂലഹബിനെ പറ്റി പറയുന്ന അത് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയതാണെങ്കിലും ആ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് അത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്, സബബുൻ നുസൂൽ എന്ന് പറയും, അത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. പക്ഷേ ആ കാരണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ആ സൂറത്ത്, അത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള സൂറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ലൈലത്തുൽ ഖദറിനെ പറ്റി പറയുന്ന സൂറത്ത് ഇത് റമളാനിലേക്ക് വേണ്ടി മാത്രം ഓതേണ്ട സൂറത്തല്ല, എല്ലാ ദിവസവും ഓതാൻ പറ്റും. എല്ലാ ദിവസവും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമ്മൾ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഓതിയാലോ. അതിൻ്റെ മുമ്പ് അതിൻ്റെ അർത്ഥം നമുക്ക് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. വിശുദ്ധമായ ഖുർആൻ, ഈ ഖുർആനിനെ നാം ഇറക്കി, അല്ലാഹ് പറയും ഞാൻ ഇറക്കിയത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ്. നിർണായക രാത്രി, ഖദറിൻ്റെ രാത്രി. ഖദർ എന്ന് പറഞ്ഞാൽ നിർണായക രാത്രി എന്നർത്ഥം. സൂറത്തുൽ ഖദർ നിർണായക രാത്രിയുടെ സൂറത്തെന്നാണ്. അപ്പോൾ ഈ ഖുർആനിനെ നാം ഇറക്കിയത് നിർണായകമായ ഒരു രാത്രിയിലാണ്. വമാ അദ്റാകമാ ലൈലത്തുൽ ഖദർ. നബിയെ, ഈ നിർണായക രാത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അതായത് നിർണായക രാത്രി എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്ക്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ഭൂമിയിലേക്ക് മലക്കുകളും അതുപോലെ തന്നെ ആത്മാക്കളും, എല്ലാ മലക്കുകളും, റഹ്മത്തിൻ്റെ എല്ലാ മലക്കുകളും, അതുപോലെ തന്നെ റൂഹും ആത്മാക്കളും, അതായത് ചിലപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ ആത്മാക്കളാവാം, അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്ന പ്രത്യേകം അള്ളാഹുവിന് മലക്കുകളുണ്ട്, ആ മലക്കുകളാവാം, അല്ലെങ്കിൽ കിതാബിൽ കാണാം റൂഹുല്ലാഹി ഈസാ നബി ആവാം, അല്ലെങ്കിൽ റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ആവാം. അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഓർഡർ ഉള്ളതുകൊണ്ടാണ്, പ്രത്യേകമായ കൽപ്പനയുള്ളതുകൊണ്ട് അവരിങ്ങനെ ഇറങ്ങി വരും. എന്നിട്ടോ സലാമുൻ ഹിയ ഹത്താ മത്ലുഇൽ ഫജ്ർ. അവർ എല്ലാം ഇറങ്ങി വന്നിട്ട്
എവിടേക്ക് പോകും? മുഅ്മിനീങ്ങളായ ആളുകളുടെ അടുക്കലേക്കെല്ലാം പോകും, പള്ളിയിലേക്ക് പോകും. അതുപോലെ തന്നെ അവരുടെ മുഅ്മിനീങ്ങളായ ആളുകളുടെ നല്ലവരുടെ വീടുകളിലേക്ക് പോകും. ഏത് സമയം വരെ? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് രാവിലെ വരെ, രാത്രിയാണ് അവർ വരുന്നത്, ലൈലത്തുൽ ഖദർ രാത്രിയിലാണ് വരുന്നത്, എന്നിട്ട് രാവിലെയാകുന്നത് വരെ അവരെല്ലാം ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും സമാധാനത്തിൻ്റെ വാക്കുകൾ അവർക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ദുആരക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിലെ 97-ാമത്തെ സൂറത്ത് 5 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ഖദർ നമുക്ക് നോദിയാലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് അൽഹംദുലില്ലാഹ് ഇതിൻ്റെ നേട്ടം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ കോലം, രൂപമൊക്കെ നമ്മൾ പഠിച്ചു. അല്ലാഹു തആല ഇത് നിത്യമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന, ഈ സൂറത്തുൽ ഖദറിനെ ഇഷ്ടപ്പെടുന്ന നല്ല ആളുകൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും അല്ലാഹുവേ ഈ ഒരു സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.